ഒരു വെബ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്ന HTML, CSS, പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന PHP ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെയാണ്. പക്ഷെ അതിലൊക്കെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഫേസ്ബുക്ക്, ഗിറ്റബ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഒരു 10 വർഷം മുന്നേ തന്നെ ഇതിനെക്കുറിച്ച് ഭയങ്കര ഹെഡായിട്ട് ചിന്തിച്ച് അവർ API എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത്രയും ഡെവലപ്മെന്റ് വരെ എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും ഇതൊരു കുറച്ച് പേർക്കെങ്കിലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്ന് തോന്നിയോണ്ടാണ് ഞാനിപ്പം API വിത്ത് നോഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം ഞാനൊരു ചെറിയ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നും അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഞാൻ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്തോ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മോഡറേറ്റേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. ചാറ്റിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അല്ലെ ഞാൻ നെറ്റ് സെർച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് ആ ഇൻഫർമേഷൻ എത്തിക്കുന്നതാണ്. അപ്പം നമ്മളിന്ന് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയൊരു 1 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. അപ്പം പ്രോഗ്രാമിങ്ങും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പ്രൊജക്ട് നമ്മൾ ചെയ്യും. ആ കൂട്ടത്തിൽ തന്നെ കൂടുതലായിട്ട് API എന്താണ്, നോഡ് എന്താണെന്ന് പറഞ്ഞു തരാനാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു നോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറയുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു API. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് APIയുടെ ഫുൾ ഫോം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ API ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയം, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണുന്ന പല കാര്യങ്ങളും ബാക്ക് എൻഡ് നമുക്ക് സെർവ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ സർവീസിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് API. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. API കോൾ എങ്ങനെയാണ് നടത്തുന്നത്, റിക്വസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടി ഡെമോ API എന്ന് പറഞ്ഞൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ അകത്തുനിന്ന് എടുത്ത് കാണിക്കുന്നതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഇതാണ് ചെയ്തേക്കുന്ന API വെച്ച് ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ പ്രൊജക്റ്റ് ആണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡെവലപ്പേഴ്സിനും അറിയാവുന്ന ഒരു സൈറ്റ് ആണ് ഗിറ്റബ്. അപ്പം ആ ഗിറ്റബിന്റെ അകത്തുനിന്ന് നമ്മളെ കുറച്ച് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് ഈ ഒരു സൈറ്റിൽ കാണിക്കുന്നു. അതാണ് ഇത് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഞാൻ മാനുവലി എൻ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങളല്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് API വെച്ച് വേറൊരു വെബ്സൈറ്റിൽ നിന്ന് ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പം വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കോൺട്രിബ്യൂട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടോ ഈ സൈഡിൽ കാണിക്കുന്നത്? ഒരു 1, 2, 3, 4, 5 പേരുണ്ട്. അപ്പൊ ഈ 5 പേരുടെ ലിസ്റ്റ് ഈ സൈറ്റിൽ നിന്ന് ഞാൻ API ഉപയോഗിച്ച് ഫെച്ച് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് ടോട്ടലി വേറൊരു വെബ്സൈറ്റ് ആണ്. അപ്പം അതെങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനകത്ത് നമ്മുടെ ഗിറ്റബിന് API എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് വേറൊരു ക്രോസ് ആയിട്ടുള്ള സൈറ്റിലോട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പം ഇതാണ് ഗിറ്റബിന്റെ API എന്ന് പറയുന്നത്. ഈ ഗിറ്റബിന്റെ ഈ API ഈ ഒരു കോളാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റിലോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ആ പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പം ഗിറ്റബിൽ ചെല്ലുന്നു. ഗിറ്റബിൽ നിന്ന് APIയും കാര്യങ്ങളെല്ലാം ഫെച്ച് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് തരുന്നു. അപ്പം ഈ APIയുടെ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഫ്രണ്ട് എൻഡ് പെട്ടെന്ന് മാറ്റണം. അതായത് HTML, CSS പേജുകളോ നമ്മൾ യൂസർ കാണുന്ന കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ ബാക്ക് എൻഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. നമ്മളിപ്പോൾ PHP ആണ് ഒരു പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് എൻഡ് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപോലെ തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഫ്രണ്ട് എൻഡ് മാത്രമേ ഉള്ളൂ. ബാക്ക് എൻഡിൽ ഓൾറെഡി ഈ ഒരു സ്ട്രക്ചറിൽ ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ കാണിച്ചേക്കുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മൾ JSON എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ്, JSON അറേ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം
ഈ ഓരോ കാര്യങ്ങളും ഗിറ്റബിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഡേറ്റകളാണ്. അതിനെ ഞാൻ വേറൊരു സൈഡിലോട്ട് ഫെച്ച് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അത്രയുള്ള സംഭവം. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു API റിക്വസ്റ്റ് ആയിരിക്കും നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് കടക്കാം. ഇനി ഇൻട്രൊഡക്ഷൻ ടു Node.js. ഇതാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഇപ്പം ബാക്ക് ലാംഗ്വേജിൽ പ്രധാനമായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ Node.js. ജാവാസ്ക്രിപ്റ്റ് എന്താ പറയുന്നത്, ജാവാസ്ക്രിപ്റ്റിനൊരു പ്രധാനമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ് ഈ Node.js എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഉള്ളൊരു 75-80% ആപ്ലിക്കേഷൻസും Node.jsലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ജാവാസ്ക്രിപ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നോഡല്ല, ജാവാസ്ക്രിപ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം ആദ്യം തൊട്ട് ഞാൻ പറയാം. ഈ Node.js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കഥ പോലെ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന്. അതായത് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് 1970 ഒത്തിരി ഒരു 10-70 വർഷം മുന്നേ ഇറക്കിയ ഒരു സംഭവമാണ് ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അത് ജാവാസ്ക്രിപ്റ്റ് ഇറങ്ങിയ ടൈമിൽ ഇത് ബ്രൗസറിലായിരുന്നു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ക്രോം, ഫയർഫോക്സ് അങ്ങനെയുള്ള ബ്രൗസറിൽ ഇൻബിൽട്ട് ആയിട്ട് ഈ ജാവാസ്ക്രിപ്റ്റിന്റെ കമ്പൈലേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നാണെ തന്നെയും നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ കമ്പൈലേഴ്സ് ബ്രൗസറിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഇതുണ്ട്. ഇതൊരു സിമ്പിൾ, ഈ alert 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം നമുക്ക് പറയാം. അത് ബ്രൗസറിൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് മുകളിൽ 1 എന്ന് കാണിച്ചു. അല്ല, ഇപ്പം വേറെ സാമ്പിൾ കാണിക്കാം. കണ്ടോ, ഹായ് എന്ന് എഴുതി കാണിച്ചു ഇവിടെ. അപ്പം അതും ഒരു സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമാണ്. അപ്പം ഇതിങ്ങനെ എല്ലാവരും ഫ്രണ്ട് എൻഡിലാണ് ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് ഓർത്തുകൊണ്ടിരുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം 2009 ടൈമിലാണെന്ന് തോന്നുന്നു. 2009 ആ ടൈം ആയപ്പോഴേക്കും കുറച്ച് ഡെവലപ്പേഴ്സ് കൂടി ചിന്തിച്ചു, ഈ ജാവാസ്ക്രിപ്റ്റ് എന്തിന് വെബ് ബ്രൗസറിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനെ ഒന്ന് വെബ് ബ്രൗസറിൽ നിന്ന് അതിന്റെ കമ്പൈലറിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്ത് വേറെ സെപ്പറേറ്റ് എൻവയോൺമെന്റ് റൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും ഓർത്തു. അന്നോട്ടാണ് ഈ മേജർ ചേഞ്ചസ് എല്ലാം ഈ ജാവാസ്ക്രിപ്റ്റിന് ഉണ്ടാകാൻ തുടങ്ങുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബാക്ക് എൻഡ് സപ്പോർട്ടേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ജാവാസ്ക്രിപ്റ്റിന് വരാൻ തുടങ്ങി. പോരാത്തതിന് പല പല പാക്കേജുകൾ വരാൻ തുടങ്ങി. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റ് അന്നേരം തൊട്ട് മാറി നിന്നു. അന്നേരം തൊട്ട് മാറുക മീൻസ് ബാക്ക് എൻഡ്, സെർവർ, അങ്ങനെ ഒരു ലെവലിലോട്ട് ജാവാസ്ക്രിപ്റ്റ് ജമ്പ് ചെയ്തു. അത് മാത്രമല്ല, ഈ ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സിന് ഇപ്പം ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിങ്ങൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പഠിക്കാൻ പോകുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയും. കാരണം അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ റിയാക്ട്, വ്യൂ, ആംഗുലർ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ടോപ്പ് ലീഡിങ് ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 എണ്ണം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സുഖമായിട്ട് ജോലി കിട്ടും. കാരണം ഇപ്പൊ ലിങ്ക്ഡിനിൽ തന്നെയാണല്ലോ, നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ എടുത്ത് നോക്കിയാൽ കാണാം, അവർ ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മുടെ റിയാക്ട് അല്ലെങ്കിൽ ആംഗുലർ അറിയാവുന്നവരാ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പഠിച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പം ഈ നോഡ് നിങ്ങൾ ആദ്യം പഠിക്കുക. നോഡ് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ബാക്ക് എൻഡ് ലാംഗ്വേജ് എന്നതിനുപരി നിങ്ങൾ അതിനകത്ത് എന്താണ് വർക്കിംഗ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാൻ നോക്കാം. പിന്നെ അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ, ഞാനിപ്പം API ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു നോഡാണ് ഉപയോഗിക്കുന്നത്. പൈത്തൺ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഫാസ്റ്റ് API എന്ന് വെച്ച് എനിക്ക് തോന്നുന്നു അതിൽ അതിന്റെ ഒരു ക്ലാസ് എടുത്തായിരുന്നെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു API ബിൽഡ് ചെയ്യാൻ പറ്റും പൈത്തൺ വെച്ചിട്ട്. ഈ ജാവാസ്ക്രിപ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്ന കാരണം എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് നല്ല ഫാസ്റ്റ് ആണ്. പോരാത്തതിന് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ വിചാരിക്കുന്നേക്കാളും എക്സ്ട്രീം ലെവൽ സിമ്പിൾ ആയിട്ടാണ് ഇപ്പം ഈ ജാവാസ്ക്രിപ്റ്റിലെല്ലാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പോരാത്തതിന് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ജാവാസ്ക്രിപ്റ്റ് പാക്കേജസ് ആണ് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടും API ബിൽഡ് ചെയ്യാൻ വേണ്ടി Node.jsനേക്കാളും വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് തന്നെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുവാണെങ്കിലും API ബിൽഡ് ചെയ്യാൻ ഇപ്പൊ ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് എന്നാ പറയുന്നത് UI, ബട്ടൺസ്, ഡിസൈനിങ് ഒക്കെ താല്പര്യമുള്ളവരാണ് ഫ്രണ്ട് എൻഡ് നോക്കുന്നത്. ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, ഈ ലോജിക്കൽ കാര്യങ്ങളാണ് വരുന്നത്. ലോജിക്കൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അറേസ്, ലോജിക്കൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്,
പിന്നെ എന്നാ പറയുന്നത്, ഡേറ്റാബേസ് വാലിഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്ക് എൻഡ് വരുന്നത്. അപ്പം എന്തുകൊണ്ടും ബാക്ക് എൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് Node.js ആണ്. ഞാൻ PHP പഠിക്കാൻ തുടങ്ങുന്നവരോട് ഞാൻ പറയുന്നത് നോഡിലോട്ട് എത്രയും പെട്ടെന്ന് മാറിപ്പോകും. കാരണം PHP ഒക്കെ ആളുകൾ ഉപയോഗം നിർത്തിയിട്ട് തന്നെ കുറെ നാളുകളായി. ഉപയോഗം നിർത്തിയെന്ന് വെച്ചാൽ PHP-യുടെ അഡ്വാൻസ്ഡ് ഫ്രെയിം വർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കോർ PHP ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്നാ പറയുന്നത്, അത് നമ്മൾ വിചാരിക്കുന്ന അത് ചെയ്യാൻ പറ്റും, പക്ഷെ അതിലും ഒരു 10 മടങ്ങ് ഫാസ്റ്റർ ആയിരിക്കും, ഈസി ആയിരിക്കും ഈ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ Node.js ഈ API ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് അറിയാം. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയറാണ്, അത് ഞാൻ കാണിച്ചു തരാം. അത് ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ Node.js ഗൂഗിൾ ചെയ്യുമ്പോൾ nodejs.org എന്ന് പറഞ്ഞൊരു സൈറ്റ് വരും. അത് ഡയറക്റ്റ് അവരുടെ ഡൗൺലോഡ് ലിങ്ക് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക, ഏത് ഡൗൺലോഡ് ചെയ്യാം. അപ്പം .msi ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിന് സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വിൻഡോസിലോട്ട് ആയിക്കോളും. വിൻഡോസ് മാക്ക് ഏതാണല്ലോ. ഇപ്പം ലിനക്സ് യൂസേഴ്സിനാണെങ്കിൽ തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടത് node-v ഇത് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇതിന് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നോഡിന്റെ വേർഷൻ 14.15.1 എന്ന് പറഞ്ഞൊരു വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ npm ഇതിപ്പോ ഉപയോഗിക്കുന്ന 6.40 എന്ന് പറഞ്ഞൊരു വേർഷനാണ്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് എപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാവുള്ളൂ, ഈ ജാവാസ്ക്രിപ്റ്റ് നോഡിനെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങാവുള്ളൂ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബേസിക്സ് അറിയാതെ നോഡിലോട്ട് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുന്നവർക്ക് ഭയങ്കര പാടായിരിക്കും ഇത് ക്യാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലും നല്ല നിങ്ങൾ ജസ്റ്റ് കണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജാവാസ്ക്രിപ്റ്റിലോട്ട് ജമ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ അങ്ങനെയുള്ള ഏതെങ്കിലും ലാംഗ്വേജിലോട്ട് പോകും, കുഴപ്പമില്ല. പക്ഷെ ജസ്റ്റ് നോക്കി നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഈ വീഡിയോ തന്നെ ആണെങ്കിലും ഇവര് യൂട്യൂബിലോട്ടോ കമ്മ്യൂണിറ്റി എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജാവാസ്ക്രിപ്റ്റിലോട്ട് വരിക. കാരണം ഇതിനകത്ത് നമ്മൾ ഇത് അറിയുന്തോറും ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നവരും നമുക്കൊന്നും അറിയത്തില്ല എന്നൊരു ഫീലിംഗ് വരും. അത് ഇതിന്റെ ഒരു ഇതാണ്, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അത്രമാത്രം ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട് ഈ ജാവാസ്ക്രിപ്റ്റിൽ. എന്നെ പറഞ്ഞു എല്ലാ മാസവും ഇവരുടെ പാക്കേജസ് ഒക്കെ അപ്ഗ്രേഡ് ആയി വരുന്നത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അത് കൂട്ട് ചേഞ്ച് ഒക്കെയാണ് ഈ നോഡിലോ കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, നോഡ് -v അടിച്ചിട്ട് വേർഷൻ കാണിക്കുന്നുണ്ടോ നോക്കുക, npm-v അടിച്ചിട്ട് അതിന്റെ വേർഷൻ കാണിക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് മസ്റ്റ് ആണ് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഇൻസ്റ്റാളേഷൻ ഓഫ് നോഡ് പറഞ്ഞു. ഇനി npm എന്താണ്? നമ്മളിപ്പം ഇവിടെ ഒരു npm -v എന്ന് അടിച്ചപ്പോൾ ഒരു വേർഷൻ കാണിച്ചു. അപ്പൊ npm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സംഭവം. അതായത് നോഡ് പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ npm. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ഇഷ്ടം പോലെ പാക്കേജസ് ഫ്രീ ആയി ബിൽഡ് ചെയ്ത് ഒരിടത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ഡൗൺലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ ഈ npm-ത്തിന്റെ പരിപാടി, npm എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കാണിക്കാം അത് എവിടെ നിന്നാണ് ഫെച്ച് ചെയ്ത് വരുന്നത് എന്ന്. കാരണം ബേസിക്സ് അറിയാതെ നമ്മൾ ഇതിലോട്ട് എടുത്ത് അടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇന്ന് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ npm.js എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് ഈ npm എന്ന് പറഞ്ഞതിന്റെ റൂട്ട് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം നമുക്കിപ്പം എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോട്ട്മോൺ എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒരു പാക്കേജ് ആണ്. ഇതുണ്ടോ, അതിവിടെ അവൈലബിൾ ആണ്. നമ്മൾ npm ഇൻസ്റ്റാൾ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു. നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. npm എന്ന് പറഞ്ഞ കമാൻഡ് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം npm-i നോട്ട്മോൺ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നോട്ട്മോൺ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ആവും. അത് ഇൻസ്റ്റാൾ ആകുന്ന എവിടെ നിന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞ npmjs.com ആ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ആവുന്നത്. കാരണം ഞാനിത് തുടങ്ങിയപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ കുറെ നാൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ച് വന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ എന്താണ് പഠിക്കാൻ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഡിഫക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഇതായിരിക്കും. അപ്പം ഇവിടെ നിന്നാണ് ജസ്റ്റ് npm റൺ ചെയ്യുന്നത്. npm-ത്തിന്റെ പാക്കേജുകളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നതും എല്ലാം ഈ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ തന്നെ ഒരു പാക്കേജ് ഉണ്ടാക്കി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ അത്യാവശ്യം നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി
ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വീക്ക്ലി ഡൗൺലോഡ്സ് ഉണ്ടോ, ത്രൂ ആളുകൾ ഒരു വീക്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഒരു മാസം എത്ര പേരാണ്, ഒരു വർഷം എത്ര പേര് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അതിന്റെ ഓർഡർ. അങ്ങനെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ സൈറ്റ് നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊന്ന് കയറി നോക്കുക. അതിനകത്ത് ഡോക്യുമെന്റേഷൻ ഭയങ്കര പെർഫെക്റ്റ് ഡോക്യുമെന്റേഷൻ ഉള്ള ഒരു സംഭവമാണ് ഈ npm.js എന്ന് പറയുന്നത്. അപ്പം ചുമ്മാ ഒന്ന് കയറി വായിക്കുക. പിന്നെ അടുത്തത് സെറ്റിംഗ് അപ്പ് എൻവയോൺമെന്റ്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് പാർട്ടിലോട്ട് കയറാം. ഞാൻ ചെറിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു URL-ലോട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള API റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. ബട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ മോഡറേറ്റേഴ്സ് ഒക്കെ ഇരുന്ന് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അവര് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. കാരണം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചാറ്റ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് കോഡിങ് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഒരു നോട്ട് പ്രോജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എന്ത് നോട്ട് പ്രോജക്റ്റ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും നോഡിന്റെ ഒരു പ്രോജക്റ്റ് ആണോ അതിന് ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്രൊജക്റ്റ് ആയിട്ടാണെങ്കിലും. അപ്പം ആ ഒരു സ്റ്റെപ്പാണ് കാണിക്കുന്നത്. അത് npm init എന്ന് പറയും. npm ഇത് അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും കമാൻഡ് അടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ, നിങ്ങൾ കറന്റ് ഉള്ള ഫോൾഡറിൽ ഒരു package.json എന്ന് പറഞ്ഞൊരു ഫയല് വരും. ഇതാണ് ആ ഫയല്. അപ്പൊ ഇതിന്റെ ഉപയോഗം ഇതതിന്റെ ഒരു Node.js പ്രോജക്റ്റിന്റെ ഏറ്റവും കോർ സംഭവം എന്ന് പറയുന്നത് ഈ package.json ആണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്ക്. അതിനകത്ത് അവസാനം ഒന്നുകൂടി ഇതിലോട്ട് വരുന്നുണ്ട് ഈ package.json എന്തിനാണെന്നും കാര്യങ്ങളൊക്കെ. അപ്പൊ ജസ്റ്റ് ഇത് കാണുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രെയിം വർക്ക് അല്ല, ഒരു ലൈബ്രറിയാണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈബ്രറിയാണ്. അതാണ് ഈ API റിക്വസ്റ്റുകളും കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റ് ആണ് എക്സ്പ്രസ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് കോഡ് ഇങ്ങനെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് പകരം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ npm i ഇതടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട ആ എക്സ്പ്രസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ആവും. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം ചെയ്യാൻ npm കമാൻഡ് അടിക്കാൻ ഭയങ്കര പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവരുടെ ഗിറ്റബ് റിപ്പോസിറ്ററി ഉണ്ട്, അവിടെ നിന്ന് ക്ലോൺ ചെയ്യാം. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒത്തിരി ഒരു ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് അതിൽ ഏറ്റവും എളുപ്പം, എന്തുകൊണ്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ npm i എക്സ്പ്രസ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി എക്സ്പ്രസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയാം, ജാവാസ്ക്രിപ്റ്റ് അറിയാത്തവർക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം ഇതിനെ കുറിച്ച്. ഞാൻ ഉപയോഗിക്കുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഡിറ്ററാണ് ഉപയോഗിക്കുന്നത്, കോഡ് എഡിറ്ററാണ്. സാധാരണ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. കുറെ പേര് സബ്ലൈം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിലും എന്തുകൊണ്ട് അഡ്വാൻസ്ഡും കുറെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതും ഇതാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് എഡിറ്റർ, ഈ കോഡ് എഡിറ്റർ, അത് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു Node.js ഇതിലാണ്, ജാവാസ്ക്രിപ്റ്റിലാണ് അത് ബിൽഡ് ചെയ്തേക്കുന്നത്. എക്സ്പ്രസ് അല്ല ഇലക്ട്രോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കൂടുതൽ ആപ്ലിക്കേഷൻ ഇപ്പൊ ഡിസ്കോഡ് അങ്ങനെയുള്ള ട്വിച്ചിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തേക്കുന്ന എല്ലാം നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റ് ആ ഒരു ഇതിലാണ്. ഇനി കോഡ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഫയലിന്റെ എക്സ്റ്റൻഷൻ .js ആയിരിക്കും. .js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോഡ് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ JS ഫയൽസ് ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഞാനിവിടെ index.js എന്ന് പറഞ്ഞൊരു
സിമ്പിൾ ഫയല് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ എക്സ്പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ ഈ JS ഫയലിലോട്ട് റീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. കോൺസ്റ്റ് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത പാക്കേജിനെ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലോട്ട് റീഡ് ചെയ്തു. ഒരു എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റിലോട്ട് ഞാൻ ഈ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാക്കേജ് ഞാൻ റീഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് നമ്മൾ അതിനെ ഇൻവോക്ക് ചെയ്യണം. അപ്പം അതെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മുടെ എന്നാ പറയുന്നത് ഒരു Node.js പ്രോജക്റ്റ് സ്റ്റാർട്ടായി, എക്സ്പ്രസ് ഇൻവോക്ക് ആയി, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് ഇൻവോക്ക് ആയി, എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാം, എന്തൊരു വെബ്സൈറ്റ് വേണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, API വേണം API ബിൽഡ് ചെയ്യാം. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് API കളക്ട് ചെയ്യാൻ ഒരു സെർവറാണ് വേണ്ടത്. അതായത് നമ്മളിപ്പം ഗിറ്റബിന്റെ ആണെങ്കിൽ തന്നെ കണ്ടു, ഈ URL അടിക്കുമ്പോഴാണ് നമുക്ക് API റെസ്പോൺസ് കിട്ടുന്നത്. അതുപോലെ ഒരു സെർവർ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം. ആ സെർവർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് എഴുതുന്നത്. ഓക്കെ, നമ്മളൊരു സെർവർ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ആണ്. നമ്മളിപ്പം PHP തന്നെ ആണെങ്കിലും ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ലോങ് പ്രോസസ്സാണ്. ഇതിപ്പോ നമ്മൾ എത്ര 1, 2, 3, 4, 5 ലൈൻ കോഡ് കൊണ്ട് നമ്മൾ ഒരു സെർവർ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇത് ഞാൻ റൺ ചെയ്താണ്, ഈ സെർവർ ഞാൻ റൺ ചെയ്യുന്നത്. ആണോ, സെർവർ സപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമാൻഡ് വന്നിട്ടുണ്ട്. കമാൻഡിൽ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ വെബ് ബ്രൗസറിൽ പോയിട്ട് എല്ലായിടത്തും ഉള്ള പ്രൊസീജിയർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ലോക്കൽ ഹോസ്റ്റ് ആണോ, നമുക്കിപ്പോൾ നമ്മുടെ സെർവർ അപ്പായി റണ്ണിങ് ആണ്, കനോട്ട് ഗെറ്റ് സ്ലാഷ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് നമുക്ക് വരുന്നുണ്ട്. ഇത്ര വരെ ഓക്കെ ആണ്. അതായത് നമ്മുടെ സെർവർ അപ്പാണ്, റണ്ണിങ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ് നമ്മളൊരു API കോഡ് എഴുതാൻ പോകണം. അതായത് ഇപ്പൊ നമ്മൾ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു റെസ്പോൺസ് കൊടുക്കുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഫുൾ JSON ഡേറ്റാസ് ആയിരിക്കും. അതായത് API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഫുൾ ഒരു JSON വാല്യൂസ് ആണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ റെസ്പോൺസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ express.json എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ ക്രിയേറ്റ് അതിന് നമ്മൾ ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു index.jsൽ. അത് ഞാൻ കാണിക്കാം. നമ്മുടെ പ്രോഗ്രാം ഫുൾ ഇപ്പം JSON റീഡും റെസ്പോൺസും കൊടുക്കാൻ റെഡിയായി. അതാണ് ഈ ഒറ്റൊരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്കിതിനെ എറർ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഈ എറർ കാണുമ്പോൾ തന്നെ അറിയാം കനോട്ട് ഗെറ്റ് സ്ലാഷ് എന്ന് പറഞ്ഞ റൗട്ട് കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ ആ സ്ലാഷ് എന്ന് പറഞ്ഞ റൗട്ട് എഴുതി കൊടുക്കണം. അതും ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ഇപ്പൊ ഇത് വിചാരിക്കും ഈ എറർ മാറ്റാൻ ഒത്തിരി സമയം പിടിക്കുന്നു, പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതിനെഴുതി കാണിക്കാം. app.get ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ API എന്ന് പറഞ്ഞൊരു റൗട്ട് നമ്മൾ എഴുതി. ഇനി ഈ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ അതുപോലെ തന്നെ കാണും. അതിനുള്ള കാരണം ഞാൻ പറയാം. അത് ഈ Node.jsന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹോട്ട് റീലോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ഇല്ല. അതായത് നമ്മുടെ സെർവറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സെർവറിനെ ഒന്ന് റീലോഡ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല.
ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വേറൊരു പാക്കേജ് ഉപയോഗിക്കുന്നുണ്ട്. നോട്ട് മോൺ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉപയോഗിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. കണക്ഷൻ ലോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കിട്ടി. ഓക്കെ, ഇപ്പം ഞാൻ നോട്ട് മോൺ എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാണ്. പക്ഷെ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇൻസ്റ്റാളേഷന്റെ പ്രോസസ് ഒന്നും കാണിക്കാതിരുന്നത്. ജസ്റ്റ് npm-i നോട്ട് മോൺ -g എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നോട്ട് മോൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. നോട്ട് മോൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ചോദിക്കും, നമ്മുടെ സെർവറിൽ എന്ത് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെർവറിനെ റീസ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവിടെ ഇപ്പൊ ഞാനൊരു സ്പേസ് ഇട്ടു, സേവ് ചെയ്തു, ആ ടൈമിൽ വീണ്ടും സെർവർ സ്റ്റാർട്ടായി. ഇവിടെ ഒന്നും ഇട്ടു, സേവ് ചെയ്തു, കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് സെർവർ റീസ്റ്റാർട്ടായി. അപ്പം അതാണ് ഈ നോട്ട് മോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമാണ്. നമ്മളിത് പ്രൊജക്റ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് ഈ നോട്ട് മോനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് എടുത്ത് കളയും. ഡെവലപ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് ഈ നോട്ട് മോൺ. അപ്പോൾ അത് ഇടുന്നു. ഇനി /API എന്ന് പറഞ്ഞ റൗട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്ന് കണ്ടോ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ റെസ്പോൺസ് നമുക്ക് കിട്ടി. അതായത് ഞാൻ ഇത്രയും കോഡ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. /API എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ /API മാറ്റി /test എന്ന് പറഞ്ഞ റൗട്ട് എഴുതി. അപ്പൊ ആര് /testലോട്ട് റിക്വസ്റ്റ് അയച്ചാലും ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ റെസ്പോൺസ് കിട്ടും. അല്ലിപ്പോ ഞാനിവിടെ p വെറുതെ കൊടുത്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ ഹലോ വേൾഡ് എന്ന റെസ്പോൺസ് കിട്ടി. വേറെ ഏത് URL ഞാൻ റിക്വസ്റ്റ് ചെയ്താലും എനിക്ക് എറർ കാണിക്കും. അതാണ്. ഇനി നമുക്ക് ആ API കോളുകൾ എഴുതാം. ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് /APIയിലേക്ക് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് കാണിക്കാം. അത് നമ്മൾ അത്രയും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് JSON വാല്യൂവിനെ അതിനെ കാണിക്കണം. ഞാൻ ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്തു. ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. കാരണം നോഡിന്റെ ബേസിക് നോഡല്ല, ജാവാസ്ക്രിപ്റ്റ് ഒരു ലെവൽ വരെ അറിയാത്തവർ ഇത് ഫോളോ ചെയ്ത് പോകുന്ന കുറച്ച് ടഫുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ പറ്റുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോരെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇട്ടാൽ മതി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കണ്ടോ, ഇപ്പൊ ഞാൻ /API എന്ന് പറഞ്ഞ റൗട്ട് റിക്വസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്രയും റെസ്പോൺസ് കിട്ടി. അതായത് ഒരു API കോളാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ ഒരു ചെറിയ ഇത്ര നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു API കോളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പം നിങ്ങൾ എന്റെ വെബ്സൈറ്റിലോട്ടോ നിങ്ങളുടെ വെബ്സൈറ്റിലോട്ടോ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിലോട്ടോ വേണമെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ആ URL-ഓ ലിങ്കോ മാത്രം മതി. ഇനി ഇതിനകത്ത് ഞാനൊരു പോസ്റ്റ് എന്ന് പറഞ്ഞൊരു റൗട്ട് എഴുതാം. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ npm init ചെയ്യാൻ പഠിച്ചു. package.json എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞുതരാം. നോട്ട് മോൺ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി വേണ്ടത് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതെന്താന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ എഴുതിയ റൗട്ട് ഗെറ്റ് റൗട്ടാണ് എഴുതിയത്. അതായത് app.get എന്ന് പറഞ്ഞൊരു റൗട്ടാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു പോസ്റ്റ്, അതായത് 2 റിക്വസ്റ്റ് ആണ് ഒരു സെർവർ സെൻഡ് ചെയ്യുന്നത്. അതായത് പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് റിക്വസ്റ്റും സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഉണ്ട് മെത്തേഡ്സുകൾ, ഇനിയുണ്ട് പുട്ട് എന്ന് പറഞ്ഞ ഇതുണ്ട്, ഡിലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഒരു API കോൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ്, പോസ്റ്റ്, ഗെറ്റ് ആണ്. അപ്പം ഞാൻ പോസ്റ്റ് റിക്വസ്റ്റ് എങ്ങനെ എഴുതുന്നത് കാണിച്ചു തരാം. അതും ഭയങ്കര സിമ്പിൾ ആണ്.
ഇതുപോലെ തന്നെ ആപ്പ് ഡോട്ട് പോസ്റ്റ് ആപ്പ് ഡോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു റൗട്ട് തന്നെ നമ്മൾ എഴുതി. അതാണ് ഈ നോട്ട് ജെഎസിന്റെ പ്രത്യേകത. ഇത്രയും ചെറിയൊരു കോഡ് കൊണ്ട് നമുക്ക് വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള കാര്യങ്ങൾ എഴുതാം. അപ്പൊ പിന്നെ ഇപ്പൊ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വന്നു. ഇനി നമുക്ക് നമ്മുടെ സെർവറിൽ നിന്ന് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് സെർവറിലോട്ട് എത്തണം. എന്നാലേ നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ URL ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും ഇതെല്ലാം ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ടാകുന്നത്. നമുക്ക് നോക്കണം, ഈ നെറ്റ്വർക്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം. നെറ്റ്വർക്കിൽ API ഉപയോഗിക്കുന്നുണ്ടോ, റിക്വസ്റ്റിന്റെ മെത്തേഡ് ഗെറ്റ് ആണ്. അപ്പം അത് നമുക്ക് പോസ്റ്റ് ആകണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചുമ്മാ ഒരാൾക്ക് പോസ്റ്റ് ആക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ കോഡ് ചെയ്ത് അതിന്റെ ഇതിനെ റിക്വസ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിന്റെ മെത്തേഡ് മാറ്റി പോസ്റ്റ് ആക്കണം. അത് കുറച്ച് ചടങ്ങുള്ള പരിപാടി ആയതുകൊണ്ട് ഓൾറെഡി ഒരു ടൂൾ ഉണ്ട്, പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ജസ്റ്റ് പേര് പോലെ തന്നെ പോസ്റ്റ് റിക്വസ്റ്റ് അയക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ postman.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. വിൻഡോസിനും iOSനും എല്ലാത്തിനും ഉണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതും ഞാൻ പറഞ്ഞ നോഡിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ആപ്ലിക്കേഷൻ ആണ് ഇത്. ഇതിനകത്ത് നമുക്ക് ഏത് URL-ലോട്ടാണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടതെന്ന് എടുക്കാം. ഏത് മെത്തേഡാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഗെറ്റ് വേണം, ഗെറ്റ് ഉണ്ട്, പോസ്റ്റ്, പുട്ട്, ഇത്രയും മെത്തേഡ്സ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 3000/API-ലോട്ട് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക. പോസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് അടിച്ചപ്പം ഗെറ്റ് റിക്വസ്റ്റ് ആണ് പോയത്. പകരം നമ്മളിപ്പം പോസ്റ്റ് റിക്വസ്റ്റ് ആണ് അയക്കാൻ പോകുന്നത്. അപ്പം പോസ്റ്റ് റിക്വസ്റ്റ് അയക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടണം. അത് ഞാനിവിടെ ചുമ്മാ ഒരു ഇതില് ഓക്കെ, ഇപ്പൊ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺസോളില് പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണണം. ഞാൻ ജസ്റ്റ് ഇത് പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. കൺസോൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതുണ്ടോ, പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്പോൺസ് കാണിച്ചു. അതിനർത്ഥം നമ്മുടെ സെർവറിന് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അവിടെ വരെ നമ്മൾ ചെയ്തേക്കുന്നതെല്ലാം ശരിയാണ്. ഇനി നമുക്ക് ഈ പോസ്റ്റ് റിക്വസ്റ്റ്, ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ ഈ തുടക്കത്തിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചപ്പോൾ, ഈ ഒരു express.js എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സെർവറിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ, അതായത് റെസ്പോൺസും JSON ആയിരിക്കും, റിക്വസ്റ്റും JSON ആയിരിക്കും. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് എങ്ങനെ JSON-ൽ സെൻഡ് ചെയ്യാം, അതെങ്ങനെ പാസ് ചെയ്ത് നിങ്ങളുടെ നമ്മുടെ പ്രൊജക്റ്റ് കാണിക്കാം. നമ്മൾ ജസ്റ്റ് ഇവിടെ വരുന്നു. ഇതൊരു JSON ഡേറ്റയാണ്. അപ്പൊ ഇതിനെ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് നമ്മുടെ സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. സെർവർ നമുക്ക് തിരിച്ചൊരു റെസ്പോൺസ് തരും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഒരു പ്രൊജക്റ്റ് ആണ്. അതായത് പോസ്റ്റ് റിക്വസ്റ്റ് വരുന്നു, പോസ്റ്റ് റിക്വസ്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്ത റിക്വസ്റ്റ് ഒരു വാല്യൂനെ എടുത്ത് കാണിക്കുന്നു. അത് നമ്മളിപ്പം MDC എന്ന് പറഞ്ഞൊരു ഇത് വെച്ച് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂസർ ID എന്ന് പറഞ്ഞ റെസ്പോൺസ് നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ഈ പോസ്റ്റ് ഇത് വെച്ച് എന്താ പറയുന്നത്, പോസ്റ്റ്മാൻ വെച്ചിട്ടുള്ള ഉപയോഗം. പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. പിന്നെ നമ്മളിപ്പം ഇത്ര വലിയൊരു ആപ്ലിക്കേഷൻ, ഇത്തരം അതായത് നമ്മൾ PHP-യോ
ഇപ്പൊ പൈത്തൺ ആണെങ്കിൽ തന്നെ ഇതിൽ കൂടുതൽ എഴുതണം ഒരു API ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മളൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു API ബിൽഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഒന്നും APIയിൽ നമ്മൾ കാണാറില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ റൗട്ട് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ പോസ്റ്റ് റിക്വസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഗെറ്റ് റിക്വസ്റ്റ് ആണ് ഈ APIയിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഗിറ്റബ് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ഡേറ്റ അച്ചടിച്ച പോലെ ഫ്രണ്ട് എൻഡിൽ കൊണ്ടുവരല്ല ചെയ്യുന്നത്. പകരം ഫ്രണ്ട് എൻഡ് അവർക്ക് വേറെയാണ്, ബാക്ക് എൻഡ് വേറെയാണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തൊരു API കോളാണ്. അപ്പം ഈ നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ റിക്വസ്റ്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇതുപോലൊരു JSON ഡാറ്റ തന്നെയാണ് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലോട്ട് വരുന്നത്. അതിനെ ജസ്റ്റ് പാഴ്സ് ചെയ്യുന്നു, നമുക്ക് വേണ്ട പ്ലേസിൽ കൊണ്ടേ കാണിക്കുന്നു. ഇപ്പം ഫേസ്ബുക്ക് തന്നെയാണെങ്കിലും നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് എടുത്തുകൊണ്ട് വരുമല്ല ചെയ്യുന്നത്. അത് ജസ്റ്റ് പ്രൊഫൈൽ പിക്ചറിന്റെ URL ഇതുപോലെ ഒരു JSON ഡാറ്റയെന്ന് ഫിക്സ് ചെയ്യുന്നു, അതിനവിടെ കാണിക്കുന്നു. അതാണ് ഈ ഫേസ്ബുക്കും മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്യുന്ന ഗിറ്റബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഒരു സിമ്പിൾ API എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ജസ്റ്റ് ഇതിനകത്ത് പറയാൻ കുറച്ച് വിട്ടുപോയതല്ല, ഞാനത് അവസാനം പറഞ്ഞാലേ മനസ്സിലാവൂ എന്ന് ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളാണ്, അതും കൂടെ പറഞ്ഞുതരാം. പോസ്റ്റ്മാൻ നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ള package.json ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഈ package.json ഇതിന്റെ കോർ ഒരു സംഭവമാണ്. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ package.json ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മൊഡ്യൂൾസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം തുടക്കത്തിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. എക്സ്പ്രസ് എന്ന് പറഞ്ഞ പാക്കേജ് ശരിക്കും പറഞ്ഞ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് ഇതിനകത്ത് ഈ നോട്ട് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അത് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഇതിനകത്ത് എവിടെയെങ്കിലും വന്ന് ബിൽഡ് ആയി കിടപ്പുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ വലിയൊരു അത്യാവശ്യം എന്നാ പറയുന്നത്, ഈ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാറ്റിംഗ് വെബ്സൈറ്റുകൾ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ നോട്ട് മൊഡ്യൂൾസ് നമ്മൾ ഇഷ്ടം പോലെ മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യും. അതായത് എന്താ പറയുന്നത്, ഈ കുക്കി പാഴ്സർ, കുക്കി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽമെറ്റ്, വോളിബോൾ, അങ്ങനെ പറഞ്ഞ കുറെ പാക്കേജസ് ഉണ്ട്. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് ഒരു 100-200 MB ഒക്കെ കയറിപ്പോകും. അപ്പം ഈ 200 MB, അതായത് ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി 200 MB സ്റ്റോറേജ് എടുക്കുക, ഒരു വെബ് സെർവറിലോട്ട് 200 MB സെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു കറക്റ്റ് ഒരു കോഡിംഗ് രീതിയല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ package.json വെച്ചേക്കുന്നത്. അതായത് നമ്മളിപ്പം ഈ പ്രൊജക്ട് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ നേരത്തെ ഈ നോൺ മൊഡ്യൂൾസ് എനിക്ക് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ആ 100 MB അവിടെ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ 3 ഫയൽസും കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഒരു നോട്ട് പ്രൊജക്ട് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഈ നോൺ മൊഡ്യൂൾസ് കാണും. നല്ലൊരു ഡെവലപ്പറാണ്, അയാൾ ഒരിക്കലും ഈ നോൺ മൊഡ്യൂൾസ് കോപ്പി ചെയ്ത് കൊടുക്കില്ല. പകരം ഈ ഒരു ഫയൽ കാണും, package.json കാണും. അപ്പം അതിനകത്ത് ജസ്റ്റ് നമ്മൾ കയറി npm install എന്ന ഡയറക്ടറി അടിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നോഡ് പോയിട്ട് package.json എടുത്തിട്ട് പാക്കേജ് ഉണ്ട്, എക്സ്പ്രസ് എന്ന് പറയുന്നുണ്ട്. ആ പാക്കേജിനെ എടുത്തുകൊണ്ടേ നമുക്ക് തരും. അതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് സംഭവിച്ചത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പാക്കേജ് കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. നോട്ട് പാക്കേജ് ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അത് ഇൻസ്റ്റാൾ ആയപ്പോൾ തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് package.jsonൽ ബോഡി പാർസർ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം ഇതെന്താ ചെയ്യുന്നത്, നമ്മൾ npm ഇൻസ്റ്റാൾ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് package.jsonൽ നിന്ന് ഫെച്ച് ചെയ്ത് റിസൾട്ട് നമുക്ക് ഇൻസ്റ്റാളേഷനും എല്ലാം അതുപോലെ തന്നെ നടക്കും. ഓക്കെ, ഓക്കെ. ഇടയ്ക്ക് വെച്ച് കണക്ഷൻ പോയതായിരുന്നെന്ന് തോന്നുന്നു, ഒന്നുകൂടെ പറയാം. അതായത് ഞാനിപ്പം ബോഡി പാർസർ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തപ്പം ഓട്ടോമാറ്റിക് ആയിട്ടത് ഈ package.json വന്ന് സേവ് ആയി. അപ്പം വേറൊരു ഡെവലപ്പർ ഇത് കിട്ടുമ്പോൾ npm ഇൻസ്റ്റാൾ എന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡിപ്പെൻഡൻസീസ് വന്നിട്ട് ഈ ബോഡി പാർസറും എക്സ്പ്രസും ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ആവും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേറെ ഏത് ഡെവലപ്പർ ആണെങ്കിലും, അതായത് തുടക്കക്കാരാണെങ്കിൽ തന്നെ ഈ നോൺ മൊഡ്യൂൾസ് പാടുവിട്ട് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യും. 100-150 MB കാണും. അപ്പൊ അതിന് പകരം ജസ്റ്റ് ഈ package.json ഉണ്ട്, അത് വെച്ച് നമുക്ക് ഈ എൻ്റയർ node_modules എന്ന് പറഞ്ഞ ഫോൾഡറെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഈ Node.jsന്റെ ഒരു മെയിൻ ആയിട്ടൊരു പ്രത്യേകത. ഈ package.json ആണ് അത് പറയുന്നത്, ആ ഫയലിന്റെ പേര്. ഇനി അടുത്തത്
സിമ്പിൾ API ഇതും ചെയ്തു. ഇനി എക്സ്ക്ലൂഡിങ് നോൺ മൊഡ്യൂൾസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നോൺ മൊഡ്യൂൾസ് എന്തുകൊണ്ടാണ് അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. കാരണം നോൺ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഫോൾഡർ ആയിരിക്കും. അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ തന്നെ ഒത്തിരി നേരം എടുക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടോ? എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നോ? അതോ ഇനി ഇതിന്റെ വേറൊരു സെക്കൻഡ് പാർട്ട്, അതായത് കുറച്ചുകൂടെ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കാണിക്കായിരുന്നു. നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്ന രീതിയിൽ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോഡറേറ്റേഴ്സിന് എടുത്തെന്ന് പറഞ്ഞാൽ അവർ ക്ലാസ് അറേഞ്ച് ചെയ്തോളൂ. ഞാൻ എപ്പോഴാണെങ്കിലും ഫ്രീ ആണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ? പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റ് ഉണ്ട്. കൂടാതെ തന്നെ ഞാൻ ബഗ് ബൗണ്ടി അല്ലെ സെക്യൂരിറ്റി റിസർച്ച് എന്ന് പറഞ്ഞൊരു വേറൊരു ഫീൽഡാണ്. അതായത് നമ്മൾ വെബ്സൈറ്റിലെ സെക്യൂരിറ്റി ഫ്ലോസ് കണ്ടുപിടിച്ച് അത് അവർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഇതിന്. അപ്പം അത് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയും ആ ഒരു ഏരിയക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചും ഇപ്പൊ ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ എന്നാൽ അതുലിന് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. താങ്ക് യു ടിബിൻ. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നോഡിനെ കുറിച്ച് നമ്മളൊരു ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എല്ലാവർക്കും ഒരു സർവേ പോലെ നടത്തുന്നതായിരിക്കും. ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ വലിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് എടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ JS ഇപ്പോ ഒത്തിരി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടല്ലോ. ഞാൻ ടിബിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് Node.js ഉണ്ട്, Vue.js ഉണ്ട്, React.js ഉണ്ട്. അപ്പോ ഏതിനായിരിക്കും ഒരു 10 വർഷത്തില് മേൽക്കോയ്മ വരാൻ സാധ്യതയുള്ളത്? ഇപ്പൊ ഉള്ള ഒരു 5 വർഷത്തിനുള്ളിൽ ഡെവലപ്മെന്റ് ഏറ്റവും ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന React.js ആണ്. റിയാക്ട് ആണ് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. റിയാക്ട് ഫേസ്ബുക്കിനെയാണ്. അപ്പം അത് കൂടാതെ തന്നെ അതിനകത്ത് വ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി തുടങ്ങിയ ഒരു സംഭവമാണ് Vue.js എന്ന് പറഞ്ഞുകൊണ്ട്. അതിങ്ങനെ ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ആണെന്നുള്ള ഒരു പേരിൽ അതും ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അപ്പം റിയാക്ടിനെ മിക്കവാറും ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് റിയാക്ട് കയറി വരും. അതിനുള്ളിൽ ഓവർടേക്ക് ചെയ്ത് വ്യൂ വരാൻ ചാൻസുകളുണ്ട്. കാരണം റിയാക്ടിനുണ്ട്, വ്യൂവിനും ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകൾ, ഓപ്പൺ സോഴ്സ് അവരുടെ എൻ്റയർ കോഡ് ഗിറ്റബിൽ കിടപ്പുണ്ട്. അപ്പൊ അതിനകത്തുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എന്തോരം ചേഞ്ചസ് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വ്യൂ ആണ് കയറി വരാൻ ചാൻസ്. വേറെ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ഏതൊക്കെയാണ് നമ്മൾ അറിയപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ജാവാസ്ക്രിപ്റ്റ് പാക്കേജുകൾ കിടപ്പുണ്ട്. കാരണം തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് എല്ലാം ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിനെ പിടിച്ചേക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ജാവാസ്ക്രിപ്റ്റ് മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാം ബോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു 20-25 ലൈൻ കോഡ് കൊണ്ട് നമുക്കൊരു ടെലഗ്രാം ബോട്ട് ബിൽഡ് ചെയ്യാം. നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു. അത് പൈത്തൺ ആയിരുന്നു. ആ ഒരു പ്രൊജക്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ ടൈം എടുത്തു. ഇത് ജസ്റ്റ് അവരുടെ ഡോക്യുമെന്റേഷൻ തന്നെ എങ്ങനെയാണോ കാര്യങ്ങളുണ്ട്, അത് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനകത്ത് തന്നെ ഒരു API കീ ഉണ്ടല്ലോ, അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു നോഡ് വെച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യാറുണ്ടെങ്കിൽ ആ പൈത്തൺ കോഡിന്റെ ഒരു പകുതി എന്ന് പറയാൻ പറ്റില്ല, ഒരു 50 ലൈൻ കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു WTF വാർത്ത എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് ചെയ്തിരുന്നു. അപ്പോ സംഭവം ഇതായിരുന്നു, ന്യൂസ് ഫെച്ച് ചെയ്തുകൊണ്ട് വരിക, റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലൊക്കെ. നല്ലൊരു പ്രൊജക്ട് ആയിരുന്നു. പൈത്തന്റെ കുറെ ബേസിക്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അത് നോഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എളുപ്പമായിരിക്കും എന്നാണ് നമ്മുടെ ടിബിൻ പറഞ്ഞു തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്ലാസ് ഇതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ടിബിൻ.